KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSF ഹാർമണി ചിട്ടികൾ. KSF ഈ നാടിന്റെ ധൈര്യം. മമ്മൂക്ക വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടിയായിരുന്നു സത്യം എൻ്റെ മനസ്സിൽ സന്തോഷം. പാർട്ടിയായിരുന്നു. ഞാൻ ശരിക്കും പിന്നെ ഞങ്ങൾ ജോലി എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. ഞാനും ജെബിനും മമ്മൂക്കയുടെ വണ്ടിയിൽ മോസ്റ്റ്. അപ്പോൾ നല്ല രസമോ പുള്ളീനൊക്കെ ചീത്ത പറഞ്ഞാൽ ഭയങ്കര തമാശക്കാരനാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ പോകാറില്ല. ഞാൻ ആ പുള്ളി കണ്ട എനിക്ക് പറ്റില്ല. പുള്ളിക്കൊക്കെ അത്ര വലിയ ഓറയാണ്. എനിക്ക് പോലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ വിനായകനും ആ എനർജി ഉണ്ടല്ലോ. എനിക്കും ഉണ്ട്. പക്ഷെ എനിക്ക് പുള്ളിയുടെ ഓറ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ റൗണ്ട് പഫ് എന്നുള്ളൊരു സാധനം ഏതോ ഒരു മൊമെന്റിൽ അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞപ്പം അത് ഭയങ്കര ഇതായിട്ട് തോന്നി. വിഷ്വലി ഭയങ്കര ഇതായിട്ട് വേറൊരു രീതിയിൽ ആ കഥാപാത്രത്തിന് തന്നെ ഒരു പാർട്ടായിട്ട് അത് മാറി. ആ ഒരു ഇതെന്ന് പറയുന്നത് 60 വർഷത്തെ പ്ലാൻ സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 60 വർഷമില്ല, ഒരു 10 വർഷത്തിലപ്പുറം 10 വർഷമുള്ളൂ. 50 വയസ്സല്ലേ എനിക്ക്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു October 10. 50 വയസ്സായി. ഏതാണ്ട് തീർന്നെന്നാണ് ഞാൻ വിചാരിക്കണം. മതി, ഇത്രയൊക്കെ മതി. 10 കൊല്ലം കൂടി എനിക്ക് ജീവിക്കണം. അത്രേ ഉള്ളൂ. എൻ്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കണേണ്. ഞാനിപ്പോൾ ഒരു 100% ആക്ടറാണ്. ആക്ടർ വെച്ചാൽ സെലിബ്രിറ്റിയാണ്, പബ്ലിക് ഫിഗറാണ്. പേഴ്സണലി ഞാൻ പൊട്ടി തകർന്നിരിക്കണേ. അതാണ് എൻ്റെ റിയാലിറ്റി. അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ സ്വഭാവമാണെങ്കിൽ മാറിയിട്ടില്ല. ജിതിൻ ഭയങ്കര മ്യൂസീഷ്യനാണ്, അറിയില്ല. ഇതിൽ തന്നെ ഒരു ട്രാക്ക് പാട്ട് കേട്ടോ. ഇന്റർനാഷണൽ ആണ്. ഇന്നലെ ഇന്നലെ രാവിലെ വരുന്നുണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇന്റർനാഷണൽ ക്ലാസിക് ആണ്. ബീറ്റ് മാത്രം ഉണ്ടാവുള്ളൂ, സ്ലാപ്പ് ഉണ്ടാവില്ല. കൂടുതൽ കുറവായിരിക്കും. ഇങ്ങനെ സത്യമാണ്. ഞാൻ നുണ പറയണ പൊക്കി അടിക്കണല്ല. കേട്ടോ മ്യൂസിക് കഴിഞ്ഞിട്ട് ചെലവാണ്. അതാണ് പൊളി. നടൻ വിനായകനും സംവിധായകൻ ജിതിൻ കെ ജോസുമാണ് ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. വിനായകൻ എന്ന ഒരു ആക്ടറിന്റെ മനസ്സിലേക്ക് തന്നെ ആലോചിക്കുമ്പോൾ ആദ്യം ഉള്ളിലേക്ക് കയറുന്ന ഇമേജ് ഭയങ്കര എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം എക്സെൻട്രിസിറ്റിയാണ്. എക്സെൻട്രിക്കായ ഹ്യൂമർ ചെയ്ത ഞെട്ടിച്ച പെർഫോമൻസുകൾ, എക്സെൻട്രിക്കായ നിസ്സഹായാവസ്ഥ, എക്സെൻട്രിക്കായ ഡാൻസ് പെർഫോമൻസ് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ കളങ്കാവലിലേക്ക് വന്ന ഈ മുൻപ് ചെയ്തിട്ടില്ലാത്ത വിധത്തില് കയ്യും കാലും കെട്ടിയിട്ടാണ് ജിതിൻ അഭിനയിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. നിയന്ത്രിച്ചുള്ള അഭിനയം, അതിന്റെ പാഠം ശരിക്കും കളങ്കാവലിലാണ് പഠിക്കുന്നത്. പഠിക്കണില്ല, ചെയ്തത് അതിലാണ്. പഠിത്തമൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ജിതിന് ആവശ്യമുള്ള പോലെ എന്നെ അവർ സെറ്റ് ചെയ്തെടുത്തുന്നുള്ളൂ. എനിക്ക് ശരിക്കും അനങ്ങാതിരുന്ന് അഭിനയിക്കുമ്പോൾ അത് ഡയറക്ടർ ഉണ്ടെങ്കിലാണ് അത് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും നമ്മളുടെ ഇതിലോട്ട് പോകും. അപ്പം നമ്മളെ ക്യാപ്റ്റൻ ഉണ്ടായിട്ട് ക്യാപ്റ്റൻ നമ്മളെ പിടിച്ചു നിർത്തണം. ഇത്ര മതി. അപ്പോൾ നമ്മളൊരു ഒരു ഫ്രീക്വൻസിയിൽ വരും ബോഡി ലാംഗ്വേജ്. അത് ജിതിന് സഹായിച്ചു. അത് ആദ്യമായിട്ട് ശ്രമിക്കുന്നത്, ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ശ്രമിക്കുന്നത് കളങ്കാവലായിരിക്കും. കളങ്കാവലാണ്. ഈ വിനായകനെ പോലെ ഒരു ഇന്റർനാഷണൽ ഇപ്പൊ രാജീവ് പോലും പറഞ്ഞത് വിനായകൻ ഒരു വിന്റേജ് ഐറ്റം ആണ് എന്നുള്ള രീതിയിലാണ്. അമൽനീരത്ത് പോലൊരു സംവിധായകൻ പറയുന്നത് ഹോളിവുഡ് ലുക്കുള്ള നടൻ എന്ന രീതിയിൽ. ഇത്തരത്തിലുള്ള ഒരു ആക്ടറിനെ ഈ പിടിച്ചു കെട്ടി അഭിനയിപ്പിക്കുന്നത് വളരെ ശ്രമകരമാണോ ശരിക്കും? അത് എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ശ്രമകരം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചേട്ടൻ തന്നെ ഏകദേശം ആ സാധനം ഉൾക്കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരുന്നത്. ഇപ്പൊ ഞാൻ പോലും ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹം മാനറിസങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കണ്ണിന്റെ ചില ചലനങ്ങളാണെങ്കിലും മൊത്തം നടത്തത്തിന്റെ സ്റ്റൈലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കത് അങ്ങനെ പിടിച്ചു കെട്ടേണ്ടിയൊന്നും വന്നിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചേട്ടൻ അത് ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് തന്നെയാണ് ചെയ്തു പോയത്. മീൻസ് മിക്കവാറും സീൻസൊക്കെ എന്താണ് സീനും അതിനകത്ത് എന്താണ് മൈന്യൂട്ട് ഡയലോഗ്സ് പോലും എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സംസാരിച്ച്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഗതി, ചേട്ടൻ കുറച്ച് മുന്നേ വന്നിട്ട് നമ്മുടെ കോ ആക്ടേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു ടോട്ടൽ ഒരു സിനാരിയോയും ഡൈനാമിക്സും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇരുന്നൊന്ന് ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സീനിൻ്റെ ഒരു ഡൈനാമിക്സ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എനിക്കും ഒരുപാട് താല്പര്യമുള്ള ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെ ഒരു സഹകരണം ചേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.
പിന്നെ ഈ പറയുന്ന സാധനം കൃത്യമായിട്ട് നമ്മൾ ആദ്യം സ്ക്രീൻ പ്ലേയും പടത്തെ പറ്റിയും കഥാപാത്രത്തെ പറ്റി പറയുമ്പോഴേ ഈ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് കഥാപാത്രത്തിന്റെ ഒരു രീതിയെന്നും. അങ്ങനെ എനർജിയുടെ കാര്യത്തിൽ ഒരുപാട് എനർജി ഉള്ള ഒരു കഥാപാത്രമാണ്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന അളവിലാണ് ഈ ഒരു വ്യത്യാസവും ഉള്ളത്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് ഭയങ്കര ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ ചെയ്തു പോയായിരുന്നു. മികച്ച അഭിനയത്തെ എപ്പോഴും അഭിനന്ദിക്കുന്നത് അവൻ അങ്ങോട്ട് അഴിഞ്ഞാടി എന്ന് പറഞ്ഞാണ് എപ്പോഴും അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുള്ളത്. വിനായകനെ സംബന്ധിച്ച അഴിഞ്ഞാട്ടം എന്നുള്ളത് ഭയങ്കര എളുപ്പമാണ് ശരിക്കും. നമുക്കത് തോന്നുന്നതാണ്. ഞാൻ പക്ഷെ അവിടെ നിന്ന് വന്ന് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് കറക്റ്റ് ലൈറ്റിൽ സ്പോട്ടിൽ നിന്ന് ചെയ്യും. അഴിഞ്ഞാടാൻ പറ്റില്ല സിനിമയിൽ. അത് ആ ക്യാരക്ടർ ഉള്ളിൽ കൊണ്ടാൽ മാത്രമേ നമുക്ക് അഴിഞ്ഞാട്ടമായിട്ട് തോന്നുന്നത്. ആക്ച്വലി നമ്മൾ അഴിഞ്ഞാടാൻ പറ്റില്ല സിനിമയിൽ. ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്ത് വന്നാൽ ഇന്ന ക്യാമറ മൂവ്മെന്റിൽ നമ്മൾ അതൊക്കെ ഭയങ്കര പരിപാടിയാണ്. അഴിഞ്ഞാടാൻ പറ്റില്ല സിനിമയിൽ. നമ്മൾ ആ ക്യാരക്ടർ എഴുതി വരുമ്പോഴാണ് അത് അഴിഞ്ഞാടി അങ്ങനെ തോന്നണം നമുക്ക്. ക്യാരക്ടർ ഇപ്പോൾ ജയിലറിലൊക്കെ സംഭവിച്ചാൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ അതങ്ങനെ അഴിഞ്ഞാട്ടം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അഴിഞ്ഞാട്ടം അല്ല, അതിൻ്റെ റിയാലിറ്റി. അങ്ങോട്ട് അഭിനയിക്കണ ആ ക്യാരക്ടർ അങ്ങോട്ട് ഈ പടത്തിൽ പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ എഴുത്തിലിരിക്കുന്ന പടമാണ്. കറക്റ്റ് അതായത് അതുണ്ട്. ചില നോട്ടങ്ങൾ വരെയും ചിലപ്പോൾ നമുക്കത് പിന്നീട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറെ ഏരിയയിലോട്ടായിരിക്കും. അങ്ങനെ അഴിഞ്ഞാട്ടമല്ല, പക്ഷെ പക്ക ഷാർപ്പ് ടൈമിങ്ങിലായിരുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും ലൗഡർ പെർഫോമൻസ് ആണോ കുറച്ചുകൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? ലൗഡർ പേഴ്സണലി എനിക്ക് ഈസിയാണ്. അങ്ങനത്തെ ക്യാരക്ടർ ആണെങ്കിലും ഓക്കെ, നമുക്ക് നമുക്ക് അനായാസമായിട്ട് ചെയ്യാം. കാരണം ഞാനും ഇങ്ങനെയാണ് ഞാൻ. അപ്പൊ എനിക്കത് ഫോർ മീ ലൈക്ക് ഭയങ്കര ഈസിയാണ്. ഇപ്പോ മമ്മൂക്കയുടെ കഥാപാത്രം, ഇപ്പോ നേരത്തെ വിനായകന്റെ കഥാപാത്രത്തെ സംസാരിച്ചപ്പോ അതിന് വിപരീതമായിട്ട് മമ്മൂക്കയുടെ കഥാപാത്രം ഈ പറഞ്ഞ പോലെ കൺസ്ട്രെയിൻ സ്പേസിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു മീറ്റർ ആണോ, അത് ഈ പറഞ്ഞ അഴിഞ്ഞാടാനുള്ളൊരു സ്പേസ് അങ്ങനെ ഒരു പോസിബിലിറ്റി കൊടുക്കുന്ന ഒരു പ്ലോട്ടാണോ കളങ്കാവലി? അല്ല, അങ്ങനെ അഴിഞ്ഞാട്ടം എന്ന് വാക്കുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അതൊരു ജനറിക് ആയിട്ട് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറെ പുതിയ ഡയമെൻഷൻസിലൂടെ ഒക്കെ പോകാൻ ഉള്ള സ്കോപ്പുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ കുറച്ച് ഇന്നർ ലേയേഴ്സ് ഒക്കെ ഉള്ള, എന്നാൽ കുറച്ച് അതിൽ നിന്ന് വിഭിന്നമായ ഔട്ടർ ലേയേഴ്സും ഒരേ സമയം തന്നെ ക്യാരി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം കുറച്ച് അങ്ങനെ നമ്മൾ ഒരു പ്രൊട്ടഗോണിസ്റ്റ് എന്നുള്ള ഒരു സ്വത്വത്തിനകത്ത് നിൽക്കാതെ മാറി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഇതങ്ങനെ ഒരു ആന്റഗോണിസ്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ബട്ട് ഒരു കൈൻഡ് ഓഫ് സ്പെക്ട്രത്തിന്റെ ഇടയിൽ എവിടെയൊക്കെ കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങനെ ഒരു പക്ക നായക സങ്കല്പത്തിന് അപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സാധ്യതകൾ ഇതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞത്, ഇപ്പോൾ വിനായകൻ ഒരു കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ക്ലാരിഫിക്കേഷൻ ചോദിച്ച് അറിഞ്ഞ് ആ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. കളങ്കാവലിന്റെ കഥ ആദ്യമായിട്ട് വിനായകൻ എന്ന ആക്ടറിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് അറിയാൻ ആഗ്രഹമുള്ളത് കഥാപാത്രത്തെ കുറിച്ചാണോ, കഥാപാത്രത്തെ അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ആണോ, അതോ ഈ കഥയെ അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ആണോ, അതോ സ്ക്രിപ്റ്റിലെ സീൻ ബൈ സീൻ അറിയാനുള്ള ആഗ്രഹമാണ്? എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തിന്? പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, അപ്പം മിഥുൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ, മിഥുൻ മേനോൻ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് കുറെ കൂടെ കഥാപാത്രത്തിനോട് എന്നോടുള്ള സംസാരങ്ങളിൽ കഥാപാത്രത്തെ കുറിച്ചും കഥാപാത്രത്തിന്റെ പ്രത്യേകിച്ച് കഥാപാത്രം വരുന്നത് എവിടെ നിന്നാണ്, അവിടെ അദ്ദേഹം എന്താണ്, അതേപോലെ അതായത് നമ്മളെല്ലാവരും വരുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഒഫീഷ്യലി നമുക്ക് എല്ലാവർക്കും ഒരു തൊഴിലിടങ്ങളോ ഉണ്ട്, അതല്ലാതെ നമുക്കൊരു വീടിനകത്തൊരു ഇടവും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിലിങ്ങിലെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നു ചോദിക്കുമ്പോൾ. അതിനകത്ത് തന്നെ ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത കുറെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സംശയങ്ങളായിട്ടുണ്ടായിരുന്നു. കുടുംബത്തെ പറ്റി അങ്ങനെ കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ അതെല്ലാം സ്ക്രീൻ പ്ലേക്കകത്ത് വരുന്ന കാര്യങ്ങളല്ല, അത് കഥാപാത്രത്തിന് ആവശ്യമായ സംഗതികളാണ്, പക്ഷെ എല്ലാം സ്ക്രീൻ പ്ലേയിൽ വരത്തില്ല. അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി കുറെ സംശയങ്ങൾ ചേട്ടനുണ്ടായിരുന്നു. ഉൾക്കൊള്ളാൻ അത്രയും ആ സംശയങ്ങൾ വേണ്ടതാണല്ലേ. നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ ഇന്ന് എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച ദിവസമാണെങ്കിലോ അതിനെ ഞാൻ പടത്തിലോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് മനസ്സിലായില്ലേ, ഇപ്പം നമ്മൾ ഒരു സിറ്റുവേഷൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കണമെങ്കിൽ തന്നെ അന്ന് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച ദിവസമായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ചോദിക്കുന്നത്, സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല ഇതൊന്നും.
ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാലിൽ അണിരോഗം ഉണ്ടാ, അൾസർ ഉണ്ടാ, ഗ്യാസ് ഉണ്ടാ എന്നൊക്കെ ചോദിക്കുന്നത് അതാണ്. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ഈ ക്യാരക്ടറിൽ. എല്ലാവരും 25 വയസ്സെന്നുള്ള രീതിയിൽ വരും. അപ്പം ഞാൻ ഇതാണ് മെയിനായിട്ട് ജിതിൻ്റെ അടുത്ത് ചോദിച്ചത്. പുള്ളിക്ക് എന്താണ്, പുള്ളിയുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ പുള്ളിക്ക്? പുള്ളിക്ക് ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ കാര്യമുണ്ട്. അതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റാത്ത കുറെ എലമെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനായി. അത് ആ എലമെന്റ്സിന് പുറത്താണ് ഈ കഥാപാത്രത്തിന്റെ തീർന്ന പിന്നെ അതിന്റെ ഉത്തരം കിട്ടിയാൽ പിന്നെ അങ്ങനെ അഭിനയിക്കുക, അത്രേ ഉള്ളൂ. അതിലേക്ക് എത്താൻ ഇപ്പോ പേഴ്സണലായും കൂടെ നമ്മുടെ മുമ്പ് നടന്ന സംഭവങ്ങൾ അങ്ങനെ നമ്മുടെ പേഴ്സണലിയും കൂടെ കണക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോസസ് എന്റെ പേഴ്സണൽ ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും എന്റെ റിയാലിറ്റി ഒരിക്കലും ഞാൻ സിനിമയിൽ വെച്ചില്ല. ആ ക്യാരക്ടറിന്റെ റിയാലിറ്റി വെച്ചിട്ടുണ്ടാവും. കാലൊടിഞ്ഞിട്ടുണ്ടോ, ഇയാള് മുമ്പത്ര വരെ ഇടിച്ചിട്ടുണ്ട്, ഇയാൾ എത്ര ഇടി കൊണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിൽ ഈ പർട്ടിക്കുലർ വയസ്സിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുക. അപ്പൊ അസുഖം ഇങ്ങനെ അഭിനയിക്കാം നമുക്ക്. അത് അപ്പൊ ആ ക്യാരക്ടറിനോട് നമ്മൾ മാക്സിമം അവന്റെ എല്ലാ രീതിയിലും, ഇവൻ ആ കളങ്കാവലിലെ പോലീസുകാരന് എന്തൊക്കെ പ്രശ്നമുണ്ട് അത് തന്നെയായിരുന്നു ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. മനസ്സിലായി, അതിന്റെ ഉത്തരം കിട്ടിയ പിന്നെ ഞാൻ ഈസിയാണ്. വിനായകൻ കളങ്കാവില് ജോയിൻ ചെയ്ത ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ മമ്മൂക്ക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ആ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആണ്. അതായത് നമ്മൾ കളങ്കാവലിനെ കുറിച്ച് ആദ്യം കാണുന്ന ഒരു ഇമേജ് അതാണ്. വിനായകൻ പോക്കറ്റിൽ കൈയിട്ട് ചിരിക്കുന്ന ഒരു രംഗം, മമ്മൂക്ക പിന്നിൽ കൈകെട്ടി ചിരിക്കുന്ന, രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്റ്റില്ലാണ് നമുക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ആദ്യം കിട്ടുന്ന ഒരു അനുഭവം. മമ്മൂക്ക ജോയിൻ ചെയ്യുന്നതിന് മുൻപും ശേഷവും ഈ 2 പോയിന്റ് നോക്കുകയാണെങ്കിൽ വിനായകൻ ഈ കഥാപാത്രത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഉണ്ടായിരുന്നു. മമ്മൂക്ക വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടിയായിരുന്നു. സത്യം എൻ്റെ മനസ്സിൽ സന്തോഷം പാർട്ടിയായിരുന്നു. ഞാൻ ശരിക്കും പിന്നെ ഞങ്ങൾ ജോലി എടുക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. സാറ് വന്ന് കയറിയ ദിവസം തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഒരു കോ ആർട്ടിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും പാർട്ടി ചെയ്യുന്നത്, ചിരിച്ച്. അതിനു മുമ്പ് എനിക്ക് ഇത്തിരി ഒരു പിടുത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിടിച്ചാണ് നിന്നത്. മമ്മൂക്ക വന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഞാൻ പാർട്ടി ചെയ്യണമായിരുന്നു. മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ തിളക്കണമായിരുന്നു സന്തോഷത്തിന്റെ. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും എല്ലാം. വിനായകൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉറപ്പായും നിങ്ങളുടെ ആദ്യത്തെ ഇനീഷ്യൽ റീഡിങ്ങിൽ വിനായകൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല ഓപ്ഷൻസിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. മമ്മൂക്കയാണ് വിനായകൻ എന്നുള്ള ഓപ്ഷനിലേക്ക് ഒരു നാരോ ഡൗൺ ചെയ്ത് ഒരു സജഷൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിലും കൂടെ മമ്മൂക്ക പറയുന്നത് വൈ വിനായകൻ എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ ഈസ് എ ചേഞ്ച് എന്നാണ് മമ്മൂക്ക കോട്ട് ചെയ്യുന്നത്. ഈ മമ്മൂക്ക വിനായകന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഈ കഥ പറയുമ്പോൾ ഉള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അത് പിന്നെ നമ്മളിങ്ങനെ ഷൂട്ടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഈ കഥാപാത്രത്തെ പിന്നെ ആരിലോട്ട് പോകാമെന്ന്, കാരണം ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു റോ ആയിട്ടുള്ള ഒരു ചില പരിപാടികളൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടഡ് ആയ എന്നാൽ ഉള്ളിൽ വേറെ കുറച്ച് ഡയമെൻഷൻസ് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ ആൻഡ്രോ ചേട്ടനാണ് വിളിച്ചിട്ട് ഇങ്ങനെ മമ്മൂക്ക വിനായകന്റെ കാര്യം പറഞ്ഞു എന്നിങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ അതിന് 2-3 ദിവസം മുന്നേ നമ്മൾ അസോസിയേറ്റുമായിട്ട് ചുമ്മാ നമ്മൾ സംസാരത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിനായകന്റെ കാര്യം പറഞ്ഞ് അത് മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം സ്ഥിരം കുറെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്ത പിന്നെ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഇത്. അപ്പൊ അദ്ദേഹം വന്ന് ഇത് ചെയ്യാൻ തയ്യാറായാൽ അതിനൊരു വേറൊരു പുതുമ ഒബ്വിയസ്ലി വന്നേക്കാം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു റിയാലിറ്റി ഉണ്ടായിരുന്നു. അത് പിന്നെ ജയിലറൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് മലയാളത്തിലേക്ക് അല്ല, അതൊരു റിയാലിറ്റി ആണല്ലോ, നമുക്ക് പറഞ്ഞൂടെ. പിന്നെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാ. പിന്നെ അങ്ങനെ പോയി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അത് താല്പര്യം തോന്നി. അങ്ങനെ അത് സംഭവിച്ചു. അത് നല്ല തീരുമാനമായിരുന്നു. കാരണം ആ ഒരു വേറൊരു ഡയമെൻഷൻ കൊണ്ടുവരാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുകൊണ്ടാണ് എന്റെ പേര് പറയാൻ കാരണം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. പുള്ളിയുടെ അടുത്ത് ഞാൻ പോകാറില്ല. ഞാൻ ആ പുള്ളി കണ്ട എനിക്ക് പറ്റില്ല. പുള്ളിക്കൊക്കെ അത്ര വലിയ ഓറയാണ്. എനിക്ക് പോലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ വിനായകനും ആ എനർജി ഉണ്ടല്ലോ. എനിക്കും ഉണ്ട്. പക്ഷെ എനിക്ക് പുള്ളിയുടെ ഓറ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ എനിക്ക് ഇരിപ്പുറക്കില്ല. ഞാൻ അപ്പോൾ തന്നെ അപ്പുറത്തെ എവിടെയെങ്കിലും പോയി പ്രൊഡക്ഷനിലെ പിള്ളേരായിട്ട് നിൽക്കുക എന്നുള്ളത്. എനിക്ക് പുള്ളിയുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. അത്ര
എനിക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഓറ പുള്ളിയുടെ. അത്ര ഓറയാണ് പുള്ളിയുടെ അടുത്ത് പറ്റൂലല്ലേ നമുക്ക്. അതൊരു പക്ഷെ അദ്ദേഹം ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മുടെ അടുത്ത്. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പുള്ളി അടിപൊളിയാ. പക്ഷെ നമ്മളങ്ങോട്ട് എത്തിക്കൂല. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു പ്ലേസ് ഉണ്ട്. ഉഗ്ര ഫിലിം മേക്കറാണ് നമുക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ ഇപ്പം തന്നെ ഇപ്പം ഇറങ്ങുന്ന ഒരുപാട് സിനിമകളിലെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടന്മാരെ പോലും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം സിനിമകളൊക്കെ അത്യാവശ്യം നല്ലപോലെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ടെക്നീഷ്യന്മാരെ പോലെ തന്നെ നടന്മാരെ നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും ഭയങ്കര തമാശക്കാരനാണ്. ഇപ്പോ ഭയങ്കര തമാശക്കാരനാ പുള്ളി. ഞാനത് കുറച്ച് ദിവസം പടത്തമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ക്യാമറ പുറത്ത് നോക്കുമ്പോൾ ഞങ്ങൾ 3 പേരും വണ്ടിയിലുണ്ട്. ഞാനും നമ്മുടെ ഞാനും ജെബിനും മമ്മൂക്കയുടെ വണ്ടിയിൽ മോസ്റ്റ്. അപ്പൊ നല്ല രസമോ പുള്ളിനെയൊക്കെ ചീത്ത പറഞ്ഞ കേട്ട ഭയങ്കര തമാശക്കാരനാ. വിചാരിക്കുന്നതല്ല പുള്ളി. ബെസ്റ്റ് ആക്ടർ സമയത്ത് ഇതേപോലെ ഒരു ടീം അപ്പ് ഉണ്ടായിരുന്നല്ലോ മമ്മൂക്കയായിട്ട്. എന്താ വ്യത്യാസം അന്നത്തെയും ഇന്നത്തെയും മമ്മൂക്ക തമ്മില് വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ററാക്ഷൻ തമ്മിൽ വ്യത്യാസം? ഇല്ല ഞാൻ മമ്മൂക്കനെ അന്നും ഇതേമാതിരി തമാശക്കാരനാണ്. പക്ഷെ തമാശക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേറൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പുള്ളിയുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ശ്രമിച്ചു. പുള്ളി എന്നെ പിടിച്ച് വലിച്ചിരുത്തിയാലും ഞാൻ ഇങ്ങനെ ഇരിക്കും, എനിക്ക് പറ്റില്ല. അത് ഞാൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോകും. ഈ പ്രാവശ്യം വെച്ചാൽ ഷൂട്ട് ചെയ്യണല്ലോ ഒരുമിച്ച്. അപ്പൊ സ്പോട്ടിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. വണ്ടിയുടെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും വണ്ടി തന്നെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് പുള്ളി തമാശയോടുകൂടി തമാശ ചിരിച്ച് നമ്മൾ മരിക്കും. ഇപ്പൊ കുറച്ചും കൂടെ വേറൊരു പിന്നെ കുറച്ചും കൂടെ എനിക്ക് ഞാൻ മാമാങ്കത്തിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് അപ്പോഴും നമ്മളൊന്നും അങ്ങോട്ട് പോകാൻ ഭയങ്കരമായ ഇതായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ഒന്ന് സ്പേസ്, ഭയങ്കര സ്പേസ് തന്നെ പുള്ളി. അതാ ഞാനിപ്പോ സംവിധാനം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഒബ്വിയസ്ലി വ്യത്യാസം വരും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അസിസ്റ്റന്റ് ആണെങ്കിലും അദ്ദേഹം വേറൊരു ഭയങ്കര വൈബാണ് ഇപ്പൊ. ഭയങ്കര വൈബാ. തോന്നിയില്ലേ? പ്രായം കുറഞ്ഞു വരികയാണ് തോന്നിയില്ല. പ്രായം കുറയാന്നല്ല, പുള്ളി അങ്ങോട്ട് തകർക്കണേ. സംസാരിച്ച തകർക്കണേ. 50 പേരുണ്ട്, 50 പേരും ചിരിപ്പിച്ച് 50 പേരുടെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാൻ പുള്ളി. കളങ്കാവിലെ ഒരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും ഏറ്റവും ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് ഈ സൈനൈഡ് മോഹനന്റെ കഥയാണോ എന്നുള്ള രീതിയിലുള്ള അസംഷൻ അതിനോട് ചേർത്തുള്ള വായനകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ജിതിൻ തന്നെ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയൽ ഇൻസിഡൻസിനെ അതൊരു ബേസ് ആക്കി വെച്ചിട്ടുള്ള ഒരു ഫിക്ഷണൽ വേൾഡ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഈ റിയൽ ഇൻസിഡൻസ് വെച്ച് ബേസ് ചെയ്തൊരു സിനിമ ആക്ടേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഈ ഇൻസിഡന്റിനെ പറ്റി പറയുന്നതാണോ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ പറ്റി കൂടുതൽ പറയുന്നതാണോ കമ്മ്യൂണിക്കേഷനിൽ? ആ കഥാപാത്രത്തെ പറ്റി ഒരു പരിധിക്കപ്പുറം അങ്ങനെ ഡീറ്റെയിൽ ചെയ്യാൻ പോയിട്ടില്ല. കാരണം ആ കഥാപാത്രത്തിന്റെ കുറച്ച് മീൻസ് ഞാൻ ഏതെങ്കിലും പർട്ടിക്കുലർ കഥാപാത്രത്തെ പറ്റി ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ ഞാൻ കുറിപ്പിലൊക്കെ ചെയ്യുമ്പോൾ കുറിപ്പ് ഞാൻ പിന്നെ ഒരു റൈറ്റർ കൂടെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ കൂടെ ഒരു കഥാപാത്രത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് കുറച്ചും കൂടെ പല പല കഥാപാത്രങ്ങളിൽ നിന്നും പല കഥാസന്ദർഭങ്ങളിൽ നിന്നൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി ഫിക്ഷനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിലിങ്ങിലോട്ട് പോയിട്ടില്ല. ഈ സ്ക്രീൻ പ്ലേയിലും ആ കഥാപാത്രം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിലിങ്ങിലോട്ട് കൂടുതൽ പോയിട്ടുള്ളൂ. റിയൽ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ പറ്റി അതിനെപ്പറ്റി ഒരു ജനറൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രെയ്റ്റിനെ അതുപോലെ അതിൻ്റെ ഒരു റെപ്ലിക്ക അല്ല ഇതിനകത്ത് സിനിമയ്ക്കകത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സിനിമയ്ക്കകത്ത് ഒരു ഫിക്ഷണലൈസ്ഡ് വേർഷനാണ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ടൊക്കെ കൂടുതലും പോയിട്ടുള്ളൂ. മറ്റേതിനെ പറ്റി അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ബോധർ ചെയ്തിട്ടില്ല. ഇതിനെ മാത്രമേ ഇത് പോയിട്ടുള്ളൂ. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇതെപ്പോഴും ഒരു പ്ലോട്ടില് ഭയങ്കര എനർജി പ്രേക്ഷകർക്ക് ഭയങ്കര ഹൈ തരുന്ന ഒരു പ്ലോട്ട് പോയിന്റ് ആണ്. രണ്ട് കഥാപാത്രം തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ തന്നെ ഇത് പെർഫോമേഴ്സിലേക്ക് വരുമ്പോൾ ഒരു മത്സര അഭിനയം അങ്ങനെ ഒരു ആംഗിളും കൂടെ വരുന്നുണ്ട്. എത്രത്തോളം നമ്മൾ കൂടുതൽ മത്സരിച്ച് അഭിനയിക്കുന്നു അങ്ങനെയൊന്നും വരില്ല. അതൊക്കെ ആൾക്കാർ വെറുതെ ആരോ നോണ പറയണ്ട. മത്സരിച്ച് അഭിനയിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് പ്രേക്ഷകർ കാണുന്ന സമയത്ത് അത് എഴുത്തില് വരുന്നതാ. പക്ഷെ അത് എത്രത്തോളം മത്സരം കൂടുന്നു അത്രത്തോളം മത്സരമില്ല. ആ ക്യാരക്ടറാണ് നമ്മൾ ചെയ്യുന്നത്. അത് എഴുത്തുകാരുടെ കയ്യിലിരിപ്പാണ് മത്സരമാക്കണതേ.
അതെ, കഥാപാത്രങ്ങളാണ്. അതാണ് നമ്മളല്ല, ഞാൻ മത്സരിച്ച് അഭിനയിക്കാൻ പറ്റില്ല അവർക്ക്. അത് പറ്റില്ല. അതിന് ഓരോരുത്തരും അവരുടെ കഥാപാത്രം അനുസരിച്ച് മറ്റേത് അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ കഥാപാത്രം കൈവിട്ടു പോകും. പോയില്ലേ? വേറെ മീറ്ററിലാണ്. അതാണ്. അപ്പൊ ഞൊണ്ടൻ അവൻ നല്ലോണം നടന്നു, ഞാൻ ഞൊണ്ടി കിടക്കണം എന്ന് പറഞ്ഞു, എനിക്ക് ഇനി നേരെ കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. അതെ, കഥാപാത്രം ഞൊണ്ടി കിടക്കണമെങ്കിൽ ഞൊണ്ടി തന്നെ കിടക്കണം അല്ലേ? അത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് തിരക്കഥയിൽ അങ്ങനെ സംഭവിക്കുന്നത്. അത് എഴുത്തിലും എന്നതാണ് കോൺഫ്ലിക്റ്റ് മുറുക്കി എഴുത്തുകാരാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് പിന്നെ അൺകോൺഷ്യസ്ലി അങ്ങനെ ഒരു തോട്ട് കയറി വരുന്നതാണ് നമുക്ക് തോന്നുന്നു. മോണിറ്റർ ഒരിക്കലും നോക്കാറില്ല എന്നാണ് പറയാറ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോ ഏതൊരാളും കൊതിക്കുന്ന ഒരു പെർഫോമൻസ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നതാണല്ലോ. മമ്മൂക്കായിട്ട് ഒരു സ്ക്രീൻ സ്പേസ് മോണിറ്റർ നോക്കിയിട്ടില്ല, ഇതിൽ നോക്കിയിട്ടില്ല. കാരണം ഞാൻ എന്റെ സ്കൂള് മനസ്സിലായില്ലേ, എന്റെ സ്കൂള് മോണിറ്റർ ഇല്ലാത്ത കാലത്ത് തുടങ്ങിയതാ. വന്ന് തന്നെ പഠിച്ചതാ ഞാൻ മോണിറ്റർ ഒരിക്കലും നോക്കരുത്. നമ്മളെന്ന് വെച്ചാൽ മോണിറ്റർ നോക്കുമ്പോ എന്റെ ഇവിടെ പല്ല് പോയിട്ടുണ്ട്, അപ്പൊ വാ തുറന്ന് സംസാരിക്കുമ്പോ ഈ പല്ല് പോയത് കാണുമെന്നുള്ളൊരു കോൺഷ്യസ്നെസ് നിൽക്കുക. അപ്പോഴത്തേക്കും മെയിനിൽ നമ്മൾ അഭിനയം കൊണ്ട് തെറ്റും. പല്ല് പോയി അത്രേ ഉള്ളൂ, അങ്ങനെ അഭിനയിക്കുക. അപ്പൊ അത് മെയിൻലി അതാണ് ഞാൻ ബേസിക് സാധനങ്ങൾ പറഞ്ഞത്. ഞാൻ ആകെ കൂടി നോക്കുന്നത് പിള്ളേടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വല്ല അഴുക്ക് വന്നിട്ടുണ്ടോ, ഇവിടെ വല്ല അഴുക്ക് വന്നിട്ടുണ്ടോ, കണ്ണിൽ അഴുക്കുണ്ടോ, ഇത് മാത്രം നോക്കാനേ പറയുള്ളൂ. അഭിനയം കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിൽക്കും ഞാൻ. ആക്ഷൻ കട്ടിട്ട് അവിടെ നിൽക്കും. ഞാൻ എനിക്കറിയാം ഡയറക്ടർ മോണിറ്റർ നോക്കുമ്പോൾ ഫുൾ ഫേസ് നമുക്ക് കാണാം. ഇങ്ങനെ ആകുമ്പോ തന്നെ ഓക്കെ 1 more ഞാൻ തന്നെ പറയും. സംവിധായകനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ള പിന്നെ ഞാൻ കഴുകുന്നതാണ് ബേസിക്കലി ആക്ഷൻ. മനസ്സിലായ എന്റെ പണിയല്ല, ഡയറക്ടറാണ് എന്നെ നടത്തേണ്ടത്. പക്ഷെ സ്വയം ഒരു ഡയറക്ടേഴ്സ് ആക്ടർ അങ്ങനെ തന്നെ നിലനിൽക്കാനല്ലേ ആഗ്രഹം? 100%. അവർക്ക് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഫിസിക്കലി ഉണ്ടാകുന്ന ചില ഫൈറ്റൊക്കെ ആണെങ്കിലും ഞാൻ പറയും ഇങ്ങനെയൊക്കെ സംഭവം എനിക്ക് പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പിന്നെ 100% അവരുടെ ടൂളാണ്, ഡയറക്ടറിന്റെ ടൂളാണ്. അവരെങ്ങനെ ചെയ്യാൻ പറഞ്ഞു അടിക്കളും. 2 ഷോട്ട് അതിന്റെ ഒരു മൊമെന്റ് കേട്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. ടീസറില് അവസാനം വരുന്ന മമ്മൂക്ക കൂളിംഗ് ഗ്ലാസ് തുറന്ന് നോക്കുന്ന ഒരു നോട്ടം, ആ ഒരു ഷോട്ട്. ട്രെയിലറിന്റെ അവസാനം വന്ന ഈ പറഞ്ഞ സിഗരറ്റ് കത്തിച്ച് റിങ് വിടുന്ന ഒരു ഷോട്ട്, ഇത് രണ്ടും ക്യാമറയ്ക്ക് പിന്നിൽ വിറ്റ്നസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് പിന്നെ നമ്മൾ ഇപ്പൊ മമ്മൂക്കയുടെ കേസിലാണെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു കഥയും കഥാസന്ദർഭവും ഉണ്ടായിരിക്കും. അതിനകത്ത് കഥാപാത്രം എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, എന്ത് ഇമോഷനാണ് അയാള് പിന്നെ പ്രകടിപ്പിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ തന്നെ പിന്നെ ഒരു സീനെ നമുക്ക് പിന്നെ n number of പോസിബിലിറ്റീസിൽ ഷോർട്ട് ഡിവിഷൻസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതിൽ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ എങ്ങനെയാണ് എന്നും ഒക്കെ അദ്ദേഹത്തോട് പറയും. അപ്പൊ അതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില സാധനങ്ങൾ എപ്പോഴും നമുക്ക് അഡീഷണലി തന്നുകൊണ്ടിരിക്കും. അപ്പം ഈ പറഞ്ഞ ആദ്യത്തെ ടീസറിൽ പറഞ്ഞ ഷോട്ടാണെങ്കിൽ അതിന്റെ ഇപ്പൊ ആരെയാണ് നോക്കുന്നത് എന്താണെന്ന് പറയുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷെ നമ്മളൊരു പ്രത്യേക കാര്യം പറഞ്ഞു, കയ്യിലൊരു സിഗരറ്റും കാണും എന്ന് പറഞ്ഞു, സിഗരറ്റും പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ വെച്ചിട്ട് ഈ പിന്നെ ആ ഒരു ആക്ടിവിറ്റി അദ്ദേഹം തന്നെ അങ്ങ് ചെയ്തതാണ്. പിന്നെ ആ ഇമോഷനും നമ്മൾ പറഞ്ഞ ഇമോഷനിൽ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നതെന്ന് നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ട്. പക്ഷെ അതിനെ അപ്പുറത്ത് വേറൊരു ഡയമെൻഷനിലോട്ട് അദ്ദേഹം കൊണ്ടുപോകും. അത് അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ അതേപോലെ മറ്റേ ഷോട്ടാണെങ്കിലും നമ്മൾ സിഗരറ്റ് പുക വിട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സംഗതി ഈ കഥാപാത്രവുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ട്രൈറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഒരു പാർട്ട് തന്നെയാണ് ആ പരിപാടി. അപ്പൊ അതിലോട്ട് ഈ റൗണ്ട് പഫ് എന്നുള്ളൊരു സാധനം ഏതോ ഒരു മൊമെന്റിൽ അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞപ്പം അത് ഭയങ്കര ഇതായിട്ട് തോന്നി, വിഷ്വലി ഭയങ്കര ഇതായിട്ടും വേറൊരു രീതിയിൽ ആ കഥാപാത്രത്തിന് തന്നെ ഒരു പാർട്ടായിട്ട് അത് മാറി ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ സിനിമയിലും കഥാപാത്രത്തിലും എൻ്റെ ഒരു സാന്നിധ്യത്തിന്റെയും ഇതിന്റെയൊക്കെ ഒരു ട്രേഡ് മാർക്ക് പോലെ അത് മാറി. ക്രിയേറ്റീവ് ഇൻപുട്സ് ഇവർ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇൻപുട്സ് കിട്ടുന്നത് ഇപ്പോഴും നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയെ ഇങ്ങനെ എൻഹാൻസ് ചെയ്യുകയാണല്ലോ ഈ പരിപാടി ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഹോൾ പ്രോസസ്സിൽ ഡയറക്ടറിനെ എല്ലാ സമയവും സർപ്രൈസ് ചെയ്യിക്കണം എന്നൊരു ചിന്ത ഉള്ളിൽ കൂടെ പോകാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ആ ക്യാരക്ടറിനെയാണ് ഞാൻ ബിൽഡ് ചെയ്യണത്. ഞാൻ നേരത്തെ ചോദിച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതാണ് പരിപാടി നടക്കുമ്പോൾ. അപ്പൊ അത് എപ്പോഴാണ് അത് വർക്കൗട്ട് ആകണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ക്യാരക്ടറിൽ 100% കയറി കഴിഞ്ഞു കഴിഞ്ഞാല്
മണ്ണിൽ നമ്മൾ ബീച്ചിൽ നിന്ന് പെട്ടെന്ന് കല്ല് റോട്ടിലോട്ട് കയറുമ്പോ മനസ്സിലായോ ഉണ്ടാവുന്ന അതാണ് change. സംഭവിക്കണേണത്. അതാണ് എനിക്ക് അതാണ് ഞാൻ ആദ്യം തന്നെ വരുമ്പോ ഞാനൊരു 1000 ചോദ്യം ഉണ്ടാവും എൻ്റെ കയ്യില്. ഞാൻ അത്രയും ചോദ്യം ചോദിച്ച് കഴിഞ്ഞിട്ടേ പടത്തിലോട്ട് കയറാറുള്ളൂ. അതെനിക്കെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സംസാരിക്കണ്ടല്ലേ. അതെ അതെ. അല്ല മൈന്യൂട്ട് ഡയലോഗ്സിനെ പറ്റി തന്നെ സംസാരിക്കാറുണ്ട്. അതിന്റെ എന്താണ് ചെറിയ വാക്കുകൾ അതൊക്കെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു വിശ്വാസം ഉണ്ട്. നോട്ട് എ ടീച്ചർ, ബട്ട് ഞാൻ എന്നെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ സിനിമയിൽ പിന്നെ കാണുമ്പോൾ എന്തുമാത്രം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അതിന്റെ ഒരു സീനിന്റെ കൊറിയോഗ്രാഫിയിലും ചെറിയ മാനസം, ചെറിയ ചെറിയ ചലനങ്ങൾ, ചില ചെറിയ മൂവ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ അഭിപ്രായങ്ങൾ ചേട്ടനെടുത്ത് നിന്ന് വരും. അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാവർക്കും എനിക്ക് ഫ്രീ ആണ്. അതാണ് ഞാൻ ഇപ്പൊ ഫ്രീ ആകും. അതാണ് ഇത് നമ്മൾ ചെയ്തിട്ട് ഇത് ഇങ്ങനെ പോകും. മറ്റേ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ആദ്യം തുടങ്ങുന്നത് തന്നെ എക്സെൻട്രിസിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ വിനായകൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പൊതുമധ്യത്തിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ അത് ആൾക്കാരെ ഡീൽ ചെയ്യാൻ ചിലപ്പോ എനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം അറിയില്ല. അവിടെ ഭയങ്കര നിസ്സഹായനായ ഒരു വിനായകൻ. ഞാൻ എന്റെ ലൈഫ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, എന്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കണേണ്. ഞാനിപ്പോ ഒരു 100% ആക്ടറാണ്. ആക്ടർ വെച്ചാൽ സെലിബ്രിറ്റിയാണ്, പബ്ലിക് ഫിഗറാണ്. പേഴ്സണലി ഞാൻ പൊട്ടി തകർന്നിരിക്കണേ. അതാണ് എന്റെ റിയാലിറ്റി. അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ സ്വഭാവമാണെങ്കിൽ മാറിയിട്ടില്ല. ഞാൻ ജനിച്ച് വളർന്നു വന്ന അതേ സ്വഭാവം തന്നെ ഇപ്പോൾ ഇരിക്കണമുണ്ട്. പക്ഷെ ജനം എന്നെ കാണുന്ന രീതി മാറിപ്പോയി. ബെറ്റർ ഞാൻ അന്നും പറഞ്ഞത് വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ തന്നെ അത്യാവശ്യം കേസുണ്ട്, മരണം വരെയുള്ള കേസുണ്ട്, ഇത്രയും കേസുണ്ട്. മാറി നിൽക്കാം എന്ന് തന്നെയാണ്. മാറി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കേസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഞാൻ മാറി നിൽക്കുക എന്നല്ല, അങ്ങോട്ട് ഒതുങ്ങുക, അത്രേ ഉള്ളൂ. റൂമിലിരിക്കുക, പുറത്തിറങ്ങാറില്ല. അവസാനമായിട്ട് ഈ 60 വർഷത്തെ പ്ലാന് സിനിമ സംബന്ധിച്ചല്ല, 60 വർഷത്തെ പ്ലാന് സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 60 വർഷമില്ല, ഒരു 10 വർഷത്തിലപ്പുറം 50 വയസ്സ്, ഇനി 10 വർഷമുള്ളൂ. 50 വയസ്സല്ലേ എനിക്ക്. എന്റെ ബർത്ത്ഡേ ആയിരുന്നു October 10. 50 വയസ്സായി, ഏതാണ്ട് തീർന്നെന്നാണ് ഞാൻ വിചാരിക്കണം. മതി, ഇത്രയൊക്കെ മതി. 10 കൊല്ലം കൂടി എനിക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. 60 വയസ്സില് എത്തി നിൽക്കാൻ പോകുന്ന ഞാൻ ഒരു മ്യൂസീഷ്യനായിട്ട് 60 വയസ്സാകുമ്പോ ഉണ്ടെങ്കിൽ 60 വയസ്സാകുമ്പോൾ ഞാൻ ഒരു മ്യൂസീഷ്യൻ ആയിരിക്കും. അതാണ് എനിക്ക് അങ്ങനെ കൂടുതൽ, അതാണ് എനിക്കിഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി അഭിനയം. പക്ഷെ എന്റെ ടാർഗറ്റ് ഒരു മ്യൂസീഷ്യൻ ആകാം, മ്യൂസിക് എടുക്കുക എന്നുള്ളത്. അതാണ് ഞാൻ 60 വയസ്സ് ടാർഗറ്റ് ഇട്ടത്. ഈ ട്രാൻസിലെ ടൈറ്റിൽ ട്രാക്ക് വിനായകൻ ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര കൗതുകമായിരുന്നു. വിനായകൻ മ്യൂസിക് രണ്ടും ആൾക്കാർ മുമ്പ് ബന്ധപ്പെടുത്തിയിരുന്നില്ല. സിനിമയില് ഇപ്പൊ മ്യൂസീഷ്യൻ ആവണം എന്ന് ആഗ്രഹം പറയുമ്പോഴും സിനിമയില് ആഗ്രഹം നോക്കണോ അതോ ഇൻഡിപെൻഡന്റ് മ്യൂസിക്? എന്റെ പടത്തിന് വേണ്ടി ഞാൻ ചിലപ്പോ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിന് വേണ്ടി ഞാൻ മ്യൂസിക് ചെയ്യായിരിക്കും, അല്ല പുറത്ത് ഞാൻ എന്തായാലും സിനിമക്ക് വേണ്ടി ചെയ്യില്ല. ഉറപ്പാണ്. കമ്പട്ടിപ്പടവും ഉണ്ട്, കമ്പട്ടിപ്പാടവും ഞാൻ ചെയ്ത അല്ലേ, രണ്ടും ഞാൻ ചെയ്ത. അതുകൊണ്ട് നല്ല പാട്ടുകളാണ്. ഡാൻസോടുകൂടി ഞാൻ പരിപാടി നിർത്തി. ചെയ്തു വെച്ചത് എന്തെങ്കിലും ഉണ്ടോ? കുറെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ ജിതിൻ? ഇല്ല, എനിക്ക് അറിയാം. ജിതിൻ ഭയങ്കര മ്യൂസീഷ്യനാണ്, അറിയില്ല. ഇതിൽ തന്നെ ഒരു ട്രാക്ക് പാട്ട് കേട്ടോ, ഇന്റർനാഷണൽ ആണ്. ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെ സാധനം വരുന്നുണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ ഇന്റർനാഷണൽ ക്ലാസിക് ആണ്. ഭയങ്കര വൈകുന്നേരം വിളിച്ചു. ഞാൻ വിചാരിച്ചു അയ്യോ ചീത്തയായിരിക്കും. കേൾപ്പിച്ചിട്ട് വിളിച്ചാണ്. അല്ല, ഇറങ്ങി കഴിഞ്ഞ് പുള്ളി എന്നെ കേട്ടിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു. കോൾ വന്നപ്പോൾ ഞാനൊന്ന് അനങ്ങി. ഇല്ല, ചീത്ത പറയാനല്ല ഞാൻ. അപ്പോൾ എല്ലാരും വിളിച്ചോണ്ട് ചീത്ത പറയില്ല, സ്നേഹമുള്ളപ്പോ മാത്രമേ ചീത്ത പറയുള്ളൂ. സ്നേഹമുള്ള ആൾക്കാരത്ര മാത്രമേ ചീത്ത പറയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല. അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഉള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക്. ആ 2 പാട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പാട്ടുകൾ. ഒരുപാട് പേര് ലൂപ്സിലിട്ട് നമുക്ക് തന്നെ അറിയായിരിക്കുമല്ലോ, അത് നല്ല ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള അങ്ങനെ ഒരാളാകുമ്പോഴത്തേനുള്ള ഒരു നമുക്ക് ടെൻഷൻ വരുമല്ലോ. എന്ത് മ്യൂസിക്കാണ് ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല സത്യമായി. ഞാൻ മ്യൂസിക്കിന്റെ എക്സ്ട്രീം കേൾക്കണവനാ. 180, 195 ടെമ്പോ ഒക്കെ ചുമ്മാ കേൾക്കണവനാ.
ഇത് എന്ത് മ്യൂസിക്കാണ്, ഓ ഭയങ്കര ക്ലാസിക് എന്നൊക്കെ പറഞ്ഞതാണ്. ഹിപ്പ് ഹോപ്പാണ്, ഹിപ്പ് ഹോപ്പ് എന്നല്ലല്ലോ എന്നെ പറയണ്ട, ഹിപ്പ് ഹോപ്പിൽ പെടുത്താം. മറ്റേ ട്രാക്ക് കേട്ടിരുന്നു, മറ്റേ ബിഗ് സ്പ്ലിറ്റ് എന്നാണ് എന്നെ പറയുന്നത്. ഏതാ? നിലാക്കായ. അത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ആ പാട്ടിന്റെ കാര്യം പറയും. ഞാൻ എന്റെ കാരണം പോസ്റ്റിൽ ആ അദ്ദേഹത്തിന് പാട്ടിടും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭയങ്കര പാട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നന്നായിട്ട് അറിയാം, കാരണം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴെല്ലാം നിലാക്കായ നമ്മളെപ്പോഴും നമ്മൾ എന്ത് കാര്യം വിളിച്ചാലും ആ പാട്ടിനെ പറ്റി ചേട്ടൻ സംസാരിക്കും. നിലാക്കായ. ഭയങ്കര ഇഷ്ടം എനിക്ക് ആ പാട്ട്. ആ പാട്ടും ജിതിൻ ചെയ്ത പാട്ടും അല്ല അത് മുജീബ് രണ്ടും. മുജീബിനെ ഇപ്പോഴാണ് അതും ഇതൊരു സ്റ്റൈലാണ്, ഇന്റർനാഷണൽ പുതിയ സ്റ്റൈലാണ്. ബീച്ച് സ്പ്ലിറ്റ് എന്നാണ് എന്നെ പറയുന്നത്. ബീച്ച് സ്പ്ലിറ്റ് ഹിപ്പ് ഹോപ്പിൽ തന്നെ പെട്ടതാണ്, പക്ഷെ അതിന്റെ ആ വേർഡിന് അങ്ങനെയാണ് പറയുന്നത്, ബീച്ച് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ. ബീറ്റ് മാത്രം ഉണ്ടാവുള്ളൂ, സ്ലാപ്പ് ഉണ്ടാവില്ല, കൂടുതൽ കുറവായിരിക്കും. ടും ടും ഇങ്ങനെ ഇരിക്കും. ഗംഭീര മ്യൂസീഷ്യൻ. ഞാൻ അടുത്ത കാലത്ത് സത്യം, ഞാൻ നോണ പറയണ പൊക്കി അടിക്കണല്ല, കേട്ടു എന്ത് മ്യൂസിക് കഴിഞ്ഞിട്ട് ചെലവ് അതാണ്. പോളി. അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ജിതിനായിട്ട്? ഇല്ല, അല്ല, മ്യൂസിക് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്താ ഡയറക്ടേഴ്സ് ഭയങ്കര ഈഗോ ആണ്. ഞാൻ കൊളാബറേഷന് വേറെ ആരെയും അസോസിയേറ്റ് ചെയ്യിക്കില്ല. തബല കൊട്ടാൻ വേണമെങ്കിൽ വിളിപ്പിക്കും, കൊട്ടിട്ട് പോയിക്കോളാം. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ എന്തായാലും വരും. സത്യം, ഞാൻ തമാശ പറഞ്ഞില്ല, ഞാൻ ലൂപ്പ് ചെയ്താണ് ഇന്നലെ രാത്രി. ഞാൻ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നായിരുന്നു. ഭയങ്കര എഞ്ചിനീയറിങ്, ഭയങ്കര മ്യൂസിക്. ജിതിൻ എങ്ങനെ ശരിക്കും മ്യൂസിക്കിലേക്ക് വരുന്നത്? അതൊന്നും സംവിധാനം അതെങ്ങനെയാണ്? അല്ല, അതിന് മുമ്പ് അല്ല, അത് എനിക്ക് താല്പര്യമുണ്ട്, അത് മ്യൂസിക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു അങ്ങനെ അത് ഭയങ്കര പാഷനുണ്ട്. പക്ഷെ അത്ര കഴിവൊന്നും പറയാൻ സിനിമയിൽ ഇല്ല, ശ്രമം നടത്തിയിട്ടില്ല. ഇതിപ്പോ നമുക്ക് കുറച്ചുനാൾ ഉണ്ടായിരുന്നു ഈ സിനിമ സംഭവിക്കുന്നതിന്റെ ഇടയിൽ ഗ്യാപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ മ്യൂസിക് ചുമ്മാ ഒന്ന് ഇത് ചെയ്താണ്. പിന്നെ മുജീബിന്റെ ഒരു പിന്തുണ കൊണ്ടാണ് നല്ലോണം കുത്തിയിട്ടുണ്ട്. പടം തുടങ്ങണ അന്ന് തൊട്ട് ഞങ്ങളുടെ മീറ്റിംഗ് തൊട്ട് തന്നെ നല്ല കുത്തിയിട്ടുണ്ട് ആ മ്യൂസിക്കിനെ കുറിച്ച്. അല്ല, നമ്മള് മ്യൂസിക്കിനെ വേണ്ടി സംസാരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല, ചുമ്മാ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ലിറിക്സ് ഒന്നും എഴുതാൻ വിചാരിച്ചല്ല, അത് മ്യൂസിക് ചെയ്ത് നോക്കാന്ന്. അപ്പൊ അതൊന്ന് പിന്നെ ചുമ്മാ റഫ് നമുക്കൊന്ന് അങ്ങനെ ഇട്ട് നോക്കിയതാണ്. മുജീബിന്റെ നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം ചെയ്യാൻ നല്ല ആൾക്കാരുണ്ട്. അലനാണ് ചെയ്തേക്കുന്നത്. അതുപോലെ പിന്നെ കിരണാണ് അഡീഷണൽ പ്രോഗ്രാം. അവരുടെ പാടിയത് ആളും മമ്മൂക്കയുടെ പിന്നെ മകളുടെ മകനാണ്, അടിയൻ എന്ന് പറഞ്ഞു. നല്ല സിംഗറാണ് അദ്ദേഹം. മറ്റേ നമ്മുടെ പിന്നെ റോഷാക്കിലെയും ഒരു പാട്ടാണ്, അതും പുള്ളിയാണ് പാടിയിട്ടുള്ളത്. നിലാക്കായാലും പാടിയത് പുതിയ ആളാണ്. അത് മുജീബിന്റെ ചെയ്യുന്ന പിന്നെ നെവിന്റെ അമ്മയാണ്. അതും ഇതുപോലെ നമ്മളൊന്ന് ചുമ്മാ ട്രാക്ക് പാടിപ്പിച്ച് നോക്കിയതാണ്, റെഫറൻസിന് വേണ്ടി പാടിയതാണ്. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഇച്ചിരി പഴയ റെട്രോ ഫീലുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, പണ്ടത്തെ ചില ഗായകരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ. അത് ഒന്നാമത് മുജീബ് അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തോട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു തന്ന പാട്ട്. അത് ആ പാട്ട് മാത്രമല്ല, അതാണ് പടത്തിലെ ഒരു നമ്മളൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന പാട്ട് അതാണ്. പിന്നെ ഉള്ള പാട്ടുകളൊക്കെ നമ്മൾ വേറെ രീതിയിൽ അതല്ല, ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം ഫുൾ പാട്ടായിട്ട് വരുമോ ഇല്ല. അതുകൊണ്ട് ഇതാണ് പടത്തിലെ പാട്ടായിട്ട് വരുന്ന ഒരു ടൂൾ. ഇപ്പൊ നമുക്ക് ഈ പടത്തിന്റെ ഒരു ജോണർ ഇതൊക്കെ വെച്ചിട്ട് ഫോർ ദ സേക്ക് ഓഫ് സോങ് ഇടാൻ പറ്റത്തില്ല, അതിനുള്ള സ്പേസ് ഇല്ല, ഉള്ള പടമല്ല. അപ്പൊ നമ്മുടെ ചില പ്രത്യേക മൊമെന്റ്സിൽ നമുക്ക് ചെറിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ബാക്കി പാട്ട്. അതെ, ഈ പാട്ട് ഈ നിലാക്കായും പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ കഥാപാത്രമായിട്ടും മറ്റുമൊക്കെ ഒരു രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ആദ്യമേ തന്നെ ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പടം കാണുമ്പോൾ അതൊന്ന് ഫെമിലിയർ ആയിരിക്കും, നല്ലതാണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാരി പാടിയപ്പോഴത്തേനും അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് നല്ല തീരുമാനമായിരുന്നു തോന്നുന്നു. കളങ്കാവലിലേക്ക് പ്ലോട്ടിലേക്ക് എത്തുമ്പോൾ പോലും 2-3 സബ്ജക്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത് പിന്നെ വർക്ക് ചെയ്തെടുത്താണല്ലോ കളങ്കാവൽ. എന്ന് പറയാം. ഈ നെക്സ്റ്റ് ഇപ്പൊ കളങ്കാവലിന് ശേഷം എന്നുള്ള ഒരു ജേണിയെ പറ്റി ചോദിക്കുമ്പോ ക്രൈം ഡ്രാമ തന്നെയാണോ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജോണർ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ പിന്നെ കുറച്ച് ചെറിയ രീതി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ ആക്ഷനോ അങ്ങനെയുള്ള പരിപാടികളും മനസ്സിലുണ്ട്, പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാം. വിനായകന്റെ ശരിക്കും ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്, ആക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ്, എന്റെ തോന്നലാണ് കേട്ടോ. അല്ലേ? അതെ, സത്യം. കളങ്കാവലിന് ശേഷം ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആട് 3 എന്ന് പറഞ്ഞൊരു സിനിമ കൂടെ. അതില് ഇപ്പൊ ആട് 2 ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡ്യൂഡിന്റെ ഒരു സ്പിൻ ഓഫ് വരുമോ എന്നൊക്കെയുള്ള അല്ല വരാനുള്ള ആവശ്യപ്പെടലൊക്കെ മിഥുൻ ആ ക്യാരക്ടറിനെ മാത്രം സെൻട്രൽ ക്യാരക്ടറാക്കിയിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ചർച്ച മിഥുൻ ആയിട്ട് നടന്നിട്ടുണ്ടോ? ഞാനായിട്ട് നടന്നിട്ടുണ്ട്, മിഥുനായിട്ട് ഡ്യൂഡിനെ മാത്രം എടുത്തിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അത്
നടക്കും തോന്നണില്ല. അടുത്ത ഈ പ്രോസസ്സ് കഴിഞ്ഞാണ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കൂടിയേ ഉള്ളൂ. ഞാൻ എൻ്റെ സിനിമ ലൈഫിൽ ഏറ്റവും കൂടുതൽ പടം ചെയ്തിരിക്കുന്ന സീസണാണ്. വർക്ക് എനിക്ക് 4 പടം റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. 2 പടം ഇനിയും 3 പടം ഷൂട്ട് ചെയ്ത് തീർക്കാനുണ്ട്. അത്ര ബിസിയാണ്. ഒരുപാട് സന്തോഷം. കളങ്കാവിന് എല്ലാവിധ ഭാവങ്ങളും തിയേറ്ററിൽ കാണാം. അപ്പോൾ തിയേറ്ററിന് റിലീസിന് ശേഷം നമുക്ക് സംസാരിക്കാം. ബൈ ബൈ. താങ്ക് യു.